തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ചികിത്സിക്കുന്നതിനായി വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയും 20-അംഗ സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തും. കുങ്കിയാനകളെ ഉപയോഗിച്ച് പരിക്കേറ്റ ആനയെ പിടികൂടിയ ശേഷമാകും ചികിത്സ ആരംഭിക്കുക. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഭാഗത്താണ് മസ്തകത്തിൽ പരിക്കേറ്റ വ്രണമായ നിലയിൽ കൊമ്പനാനയെ കണ്ടത്. ആനയുടെ ദുരവസ്ഥ കാണിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു. മുറിവിൽ നിന്നും പഴുപ്പൊഴുകുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. ഇതോടെ ആനയെ ചികിത്സിക്കാൻ വനംവകുപ്പ് തീരുമാനമെടുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയ്ക്ക് ചികിത്സാ ചുമതലകൾ നൽകിയത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അരുണും 20-അംഗ സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തുന്നത്. ആനയെ പിടികൂടുന്നതിനായി വിക്രം, സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയും നാളെ അതിരപ്പള്ളിയിലെത്തിക്കും. ആനയെ മയക്കുവെടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി ചികിത്സ നൽകാനാണ് തീരുമാനം. ചികിത്സ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വെറ്റിനറി ഡോക്ടർമാരായ ഡേവിഡ്, ബിനോയ്, മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാലടി 2-ാം ബ്ലോക്ക് പ്ലാന്റേഷൻ പ്രദേശത്ത് ആനയെ നിരീക്ഷിച്ചു വരികയാണ്. തൃശൂർ, എറണാകുളം ജില്ലാതിർത്തി പ്രദേശമായതിനാൽ വാഴച്ചാൽ, ചാലക്കുടി, മലയാറ്റൂർ DFOമാരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ.